വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CHSL SSC CHSLൻ്റെ 24th മെയ്യിൽ നടന്ന ഷിഫ്റ്റ് 1ലെ GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കുറേ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഓരോ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് അത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനിയുള്ള എക്സാമുകൾക്ക് നിങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ട് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following dances is dedicated to temples and was earlier known as Sadir? അപ്പോൾ നമുക്ക് നോക്കാം. ഭരതനാട്യം, കഥകളി, കഥകാൻ്റെ, മണിപ്പൂരി. അപ്പോൾ ഇവിടെ വരുന്നത് ആൻസർ വരുന്നത് ഭരതനാട്യമാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഭരതനാട്യം. ഓക്കെ, ഇനി ഭരതനാട്യം നമുക്ക് അറിയാം അത് ഏത് സ്റ്റേറ്റിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. അത് തമിഴ്നാടുവിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. ദെൻ കഥക് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൻ്റെയും, കഥകളി കേരളയുടെയും, മണിപ്പൂരി മണിപ്പൂരിൻ്റെയുമാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെ ക്ലാസിക്കൽ ഡാൻസസ് പഠിച്ചു വെച്ചേക്കണം. അത് നമുക്ക് ഇനി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഓരോ ഷിഫ്റ്റുകളിലും ഡാൻസ് ഫോംസ് ചോദിക്കുന്നുണ്ട് സ്റ്റേറ്റിൽ നിന്ന് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. Which level of the food chain includes millipede, springtails, woodlice, dung flies, and slugs that feed on the dead or decaying plants or animals? അപ്പോൾ അത് അറിയപ്പെടുന്നത് എന്താണ്? detritivores എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കാർണിവോറസ്, ഒംനിവോറസ്, ഹെർബിവോറസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാർണിവോറസ് എന്ന് പറയുന്നത് ദ ആനിമൽ ദാറ്റ് ഫീഡ് ഓൺ അതർ ആനിമൽസ്, അതായത് മറ്റു ആനിമൽസിനെ കഴിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷിക്കുന്നവരെ കാർണിവോറസ് എന്ന് പറയുന്നു. ദെൻ ഒംനിവോറസ് നമുക്കറിയാം ഈറ്റ്സ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഹെർബിവോറസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രൈമർലി ഫുഡ് സോഴ്സ് ഈസ് പ്ലാന്റ് ബേസ്ഡ് ആണ് ഹെർബിവോറസ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. Which of the following metals having atomic number 3 is a soft silvery metal with very low density that reacts vigorously with water and corrodes quickly in air? അപ്പോൾ നമുക്കറിയാം ആൻസർ ഇവിടെ ലിഥിയം ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ പൊട്ടാസ്യം, നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. പൊട്ടാസ്യം ഈസ് എ സിൽവറി വൈറ്റ് മെറ്റൽ ദാറ്റ് ഈസ് സോഫ്റ്റ് ഇനഫ് ടു ബി കട്ട് വിത്ത് ദ നൈഫ് വിത്ത് ലിറ്റിൽ ഫോഴ്സ്. ദെൻ സിംബൽ എന്ന് പറയുന്നത് K ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 19 ആണ്. ഓക്കെ, ദെൻ സോഡിയം നമുക്കറിയാം ഇറ്റ് ഈസ് എ സോഫ്റ്റ് സിൽവറി വൈറ്റ് ആണ്. ഹൈലി റിയാക്റ്റീവ് മെറ്റലും കൂടിയാണ്. ഇറ്റ് ഈസ് ആൻ ആൽക്കലി മെറ്റൽ ഗ്രൂപ്പ് ഓഫ് പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 1 വരുന്നതാണ്. ഓക്കെ, ദെൻ സിംബൽ എന്ന് പറയുന്നത് Na, അറ്റോമിക് നമ്പർ 11 ആണ് സോഡിയത്തിൻ്റെ വരുന്നത്. ഓക്കെ, ദെൻ റുബീഡിയം ഇറ്റ് ഈസ് എ വെരി സോഫ്റ്റ് വൈറ്റിഷ് ഗ്രേ സോളിഡ് ആണ്. ഇതിൻ്റെ ആൽക്കലി മെറ്റലിൽ വരുന്നു, മെറ്റൽ ഗ്രൂപ്പാണ്. സിംബൽ റൊബീഡിയം RB. ദെൻ അറ്റോമിക് നമ്പർ 37 ആണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. ദ ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഡീൽസ് വിത്ത് ഓൾ ദ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദി ഗവർണർ. അപ്പോൾ ഗവർണറിൻ്റെ എക്സിക്യൂട്ടീവ്, ഇനി നമുക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്റ്റേറ്റിന് ഒരു ഗവർണർ ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 153 ആണ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ ചോദിച്ചിരിക്കുന്നത് 154 ആണ്. അങ്ങനെയാണെങ്കിൽ 150 ആർട്ടിക്കിൾ 150 എന്താ നോക്കാം. ഫോം ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദി യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ സ്റ്റേറ്റ്സ് ആണ് 150 ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, 157 എ പേഴ്സൺ ടു ബി എലിജിബിൾ ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് ഗവർണർ ഷുഡ് ബി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹാസ് കംപ്ലീറ്റഡ് 35 years ഓഫ് ഏജ്. അപ്പോൾ 35 വയസ്സായവർക്കൊക്കെ ഗവർണറിൻ്റെ സ്ഥാനത്തേക്ക് മത്സരിക്കാം. ദെൻ ആർട്ടിക്കിൾ 156 എന്താ പറയുന്നത്? ദ ഗവർണർ ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദി പ്രസിഡൻറ്റ്. അപ്പോൾ ഓക്കെ, ആർട്ടിക്കിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. വിച്ച് വാട്ടർ ബോഡി കവേഴ്സ് ആൻ ഏരിയ ഓഫ് 15558 കിലോമീറ്റർ സ്ക്വയർ ആൻഡ് മേക്സ് അപ്പ് ഓൺലി 4.3% ഓഫ് ദി ഗ്ലോബൽ ഓഷ്യൻ? അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ആർട്ടിക് ഓഷ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റ് ഓപ്ഷൻസ് നോക്കാം. എൻറ്റാർട്ടിക് ഓഷ്യൻ ഇറ്റ് ഈസ് എ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ദി ടൈറ്റാനിക് ആണ്. അത് 1912 ദെൻ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓഷ്യൻ ടു ബി ക്രോസ്ഡ് ബൈ എ പ്ലെയിൻ. ദെൻ ബർമുഡ ട്രയാങ്കിൾ അത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ പാർട്ടാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഓഷ്യൻ സെവറൽ ടെക്ടോണിക് പ്ലേറ്റ് ബൗണ്ടറീസ് കാണപ്പെടുന്നു. ലോവസ്റ്റ് ഓക്സിജൻ കണ്ടൻസ് ആണ്. ദെൻ ടോട്ടൽ എർത്ത് സർഫേസിൻ്റെ 20% കവർ ചെയ്യുന്നുണ്ട്.
സദേൺമോസ്റ്റ് ഓഷ്യൻ ഓൾസോ നോൺ ആസ് അന്റാർട്ടിക് ഓഷ്യൻ ആണ്. ഫോർത്ത് ലാർജസ്റ്റ് ഓഷ്യൻ ഇൻ ദ വേൾഡും കൂടിയാണ് ഏത്? അന്റാർട്ടിക് ഓഷ്യൻ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In May 2021, in the M.R. Vijay Bhaskar was dash case, the Supreme Court observed that freedom of speech and expression also extend to reporting the proceedings that happen in courts, including oral observation made by judges. അപ്പോൾ നമുക്കറിയാം ഇവിടെ ആൻസർ വരുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. നമുക്കറിയാം ഇപ്പോഴത്തെ പ്രസൻറ്റിലെ CAG എന്ന് പറയുന്നത് ഗിരീഷ് ചന്ദ്ര മുർമു. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പ്രസൻറ്റിലെ രാജീവ് കുമാറും സ്പീക്കർ ശ്രീ ഓം ബിർളയും ആണ്. നമുക്കറിയാം UPSCയുടെ ചെയർപേഴ്സൺ വരുന്നത് ഡോക്ടർ മനോജ് സോണിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In February 2022, who was appointed as Director of National Council of Educational Research and Training, NCERT? അപ്പോൾ നമുക്കറിയാം ഇവിടെ ആൻസർ വരുന്നത് പ്രൊഫസർ ദിനേശ് പ്രസാദ് സക്ലാനിയാണ്. അപ്പോൾ NCERT എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ഓർഗനൈസേഷനാണ്. അത് 1961 ഡെവലപ്പായതാണ്. ഓക്കെ, ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ്. ദെൻ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. പിന്നെ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ആൻഡ് കോർഡിനേറ്റ് റിസർച്ച് ഇൻ ഏരിയസ് റിലേറ്റഡ് ടു സ്കൂൾ എഡ്യൂക്കേഷൻ. അതാണ് NCERT. നമ്മൾ NCERTയുടെ ബുക്സാണ് ഫോളോ ചെയ്യുന്നത്, കൂടുതലും പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Nooran sisters are renowned for which of the following genres of the Indian music? അപ്പോൾ നമുക്ക് ഏത് മ്യൂസിക്കിൻ്റെ ഭാഗമാണ്? സൂഫി മ്യൂസിക് ആണ്. നമുക്ക് ഖവാലി ഇസ് എ ഫോം ഓഫ് സൂഫി ഇസ്ലാമിക് ഡിവോഷണൽ സിംഗിങ് ആണ്. ഗസൽ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്, ഫോം ഓഫ് അമേറ്ററി പോയം ഓഫ് ഓഡ്, ഒറിജിനേറ്റിംഗ് ഇൻ അറബിക് പോയട്രി എന്ന് ഡെവലപ്പായി വന്നതാണ്. ദെൻ നോർത്ത് ഇന്ത്യൻ ക്ലാസിക് മ്യൂസിക്, അതിൽ നമുക്കറിയാം ഹിന്ദുസ്ഥാൻ ക്ലാസിക്കൽ അറിയപ്പെടുന്നത് നോർത്ത് ഇന്ത്യയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ക്ലാസിക്കൽ മ്യൂസിക്കാണ്. ദെൻ ശാസ്ത്രീയ സംഗീതം എന്നൊക്കെ അറിയപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുറിയാറ്റിക് ആസിഡ്. Muriatic acid is another name of which compound used in the production of chlorides, fertilizers and dyes, in electroplating and in the photographic, textile and rubber industries. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏത് ആസിഡാണെന്നാണ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കറിയാം പെർക്ലോറൈഡ് ആസിഡ് എന്തിനു വേണ്ടിയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് പൊട്ടാസ്യം ഫ്രം സോഡിയം ആൻഡ് മെനി ലബോറട്ടറി ടെസ്റ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനെല്ലാം ക്ലോറിക് ആസിഡ് ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് നമുക്കറിയാം ആൻറ്റിക്വിറ്റി ആസ് ഓയിൽ ഓഫ് വിട്രിയോൾ. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നു. ഇസ് എ മിനറൽ ആസിഡ് കമ്പോസ്ഡ് ഓഫ് ദി എലമെൻറ്റ്സ് സൾഫർ, ഓക്സിജൻ, ഹൈഡ്രജൻ. മോളിക്കുലർ ഫോർമുല H2SO4. H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡ്. ദെൻ നൈട്രിക് ആസിഡ് നമുക്കറിയാം ഇനോർഗാനിക് കോമ്പൗണ്ട് വിത്ത് ദ ഫോർമുല HNO3, നൈട്രിക് ആസിഡ്. ഇറ്റ് ഈസ് ഹൈലി ക്രോസീവ് മിനറൽ ആസിഡ് ആണ്. Then the compound is colorless ആണ്, but older samples tend to be the yellow cast due to decomposition into oxide of nitrogen. Okay. Then next question. Who among the following Indian players wrote the autobiography named Playing to Win? അപ്പോൾ നമുക്കറിയാം ഇവിടെ ആൻസർ വരുന്നത് സൈന നെഹ്വാൾ ആണ്. ഇവിടെ ആൻസർ വരുന്നത് സൈന നെഹ്വാൾ അവരുടെ ബയോഗ്രഫി എയ്സ് അഗെയിൻസ്റ്റ് ഓഡ്സ് എന്നറിയപ്പെടുന്നത് അവരുടെ ബയോഗ്രഫിയാണ് സാനിയ മിർസയുടെ. കർണം മല്ലേശ്വരി ഇറ്റ് ഈസ് എ റിട്ടയർഡ് ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ ആണ്. ഷീ ഈസ് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ദ മെഡൽ അറ്റ് ഒളിമ്പിക്സ് 2000 ഫസ്റ്റ് മെഡൽ വിന്നറും കൂടിയാണ്. ദെൻ ഫസ്റ്റ് PV സിന്ധുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു റീച്ച് ദ വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ വന്നിട്ടുണ്ട്. ദെൻ ഷീ ഓൾസോ ഹോം ദ ബ്രോൺസ് മെഡൽ ഇൻ ദ ടോക്കിയോ ഒളിമ്പിക്സ് 2021 ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. Yog Sundar Desai, a pioneer who ventured into the world of Indian dance in the pre-independence era, was born on July 16, 1921 in. അത് ഏത് സ്റ്റേറ്റ് ആണ്? അപ്പോൾ ഇവിടെ ആൻസർ ഗുജറാത്ത് ആണ് വരുന്നത്. യോഗ് സുന്ദർ ദേശായി 100th year of life in 2020. Then he was the senior most living ആർട്ടിസ്റ്റ് ആൻഡ് കൊറിയോഗ്രാഫർ ഓഫ് ഇന്ത്യ ആണ് യോഗ് സുന്ദർ ദേശായി. അദ്ദേഹം ഗുജറാത്തിൽ നിന്നുമാണ്, സ്റ്റേറ്റിൽ നിന്നുമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് അലോങ് വിത്ത് ഹിസ് വൈഫ് ഹെർസെൽഫ് എ ഡാൻസർ ആൻഡ് ദെയർ സൺ ബിൽറ്റ് സ്ട്രജാൻ ഇൻ 1993. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് കേളുചരൺ മോഹപത്രയാണ്. അപ്പോൾ നമുക്കറിയാം അദ്ദേഹം ലെജൻഡറി ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസറാണ്.
എക്സ്പോണ്ടഡ് ഓഫ് ഒഡീസി ഡാൻസ് ആണ്. The revival and popularizing of this classical dance form in 20th century. 20th centuryയിൽ ആ ക്ലാസിക്കൽ ഫോം ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഹീ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു റിസീവ് ദ പത്മവിഭൂഷൺ ഫ്രം ഒഡീഷ. ഒഡീഷയിൽ നിന്ന് പത്മവിഭൂഷൺ ലഭിച്ച ഫസ്റ്റ് പേഴ്സൺ ആണ് നമ്മുടെ കേളുചരൺ മോഹപത്ര വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് വെൻ an acid or a base is mixed with water? അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇവിടെ ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് അയൺസ് പെർ ലിറ്റർ വോളിയം, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം, ആസിഡ് ആൻഡ് ബേസസ് മിക്സ് ഇൻ വാട്ടർ ടു ഡിസസോസിയേറ്റ് ദ ഫോം ഓഫ് ഹൈഡ്രോണിയം ആൻഡ് ഹൈഡ്രോക്സൈഡ് അയൺസ്. ഇനി ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ അത് ഇൻ ദ ഫോം ഓഫ് സോൾട്ട്, ദെൻ ദിസ് ഈസ് കോൾഡ് എ ന്യൂട്രലൈസിങ് റിയാക്ഷൻ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ്, as per CBI submission in Supreme Court in November 2021, 8 Indian states have withdrawn their general consent to the CBI for conducting investigation in their territory. Which of the following states is not one of them? അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് കർണാടകയാണ്. നമുക്കറിയാം CBI is the premier investigation agency, ഇന്ത്യയിലെ ഏജൻസിയാണ്. അത് ജൂറിസ്ഡിക്ഷൻ വരുന്നത് ഇന്ത്യയാണ്, ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹി. ഫൗണ്ടർ നമുക്കറിയാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ്. അത് ഫൗണ്ടിങ് ഇയർ 1 April 1963. ഓക്കെ, ദെൻ നെക്സ്റ്റ്, നർത്തകി നടരാജ് ഡാഷ് becomes the first trans person to receive പത്മശ്രീ. കഥക് ഡാൻസറാണ്. ദെൻ ഒഡീസി ഡാൻസേഴ്സ് നമുക്ക് പരിചയപ്പെടാൻ കുറച്ച് പേരെ. ശർമിള ബിശ്വാസ്, കേളുചരൺ മോഹപത്ര. മണിപ്പൂരി ഡാൻസർ ഏലം ഇന്ദിര ദേവി. ദെൻ ഭരതനാട്യം നമുക്കറിയാം ഫേമസ് ആയിട്ടുള്ള 2 വ്യക്തികളാണ്, മല്ലിക സരാഭായ്, മൃണാളിനി സരാഭായ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് മേ ബി കോൾഡ് ആസ് ഫിസിക്കൽ ഡെഫിസിറ്റ്? അപ്പോൾ നമുക്കറിയാം ഫിസിക്കൽ ഡെഫിസിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസീപ്റ്റ്സ് അതർ ദാൻ ബോറോയിങ്സ്, അത് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഓക്കെ, നമുക്കറിയാം ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെൻറ് അറിയപ്പെടുന്നതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇനി 2022-23 ഫിസിക്കൽ ഡെഫിസിറ്റ് ഗവൺമെൻറ്റിൻ്റെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ₹16.6 lakh crore or 6.4% ഓഫ് ദി GDP. GDPയുടെ 6.4% ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദി കോൺട്രവേഴ്സ്യൽ നോവൽ ലാജ? അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ വരുന്നത് തസ്ലീമ നസ്രിൻ്റെ ആണ് വരുന്നത്. അരുന്ധതി റോയുടെ എൻഡ് ഓഫ് ഇമാജിനേഷൻ, മൈ സെഡീഷ്യസ് ഹേർട്ട്. ശോഭാഡയുടെ സ്പീഡ് പോസ്റ്റ്, സെലക്റ്റീവ് മെമ്മറി. ദെൻ കിരൺ ബേട്ടി, ക്രിയേറ്റിംഗ് ലീഡർഷിപ്പ്, ഫിയർലെസ് ഗവേണൻസ്. ഇതെല്ലാം അവരുടെ ബുക്സുകളാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ്, എ കാർഡ് ഓഫ് വിച്ച് കളർ ഈസ് യൂസ് ടു വാം എ പ്ലെയർ ഇൻ ഫുട്ബോൾ? അപ്പോൾ നമുക്കറിയാം ഇവിടെ യെല്ലോ കളറാണ്. അങ്ങനെയാണെങ്കിൽ യെല്ലോ കാർഡ് ഈസ് ഓൾസോ യൂസ് ടു കോഷൻ പ്ലെയേഴ്സ് ആണ്. റെഡ് കാർഡ് റിസൾട്ട് ചെയ്യുന്ന പ്ലെയേഴ്സ് ഡിസ്മിസൽ ഫ്രം ദ ഫീൽഡ് ഓഫ് പ്ലേ. ദെൻ ബ്ലൂ കാർഡ് എന്ന് പറയുമ്പോൾ ടെമ്പററിലി സസ്പെൻഡഡ് ഫ്രം പ്ലേ വരുന്നു. ദെൻ എ പ്ലെയർ ഹൂ റിസീവ്സ് ഗ്രീൻ കാർഡ് മസ്റ്റ് ലീവ് ദ ഫീൽഡ് ഓഫ് പ്ലേയിൽ നിന്ന് മാറി നിൽക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, who among the following is the recipient of top 4 civilian awards, namely പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ആൻഡ് ഭാരത് രത്ന? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഉസ്താദ് ബിസ്മില്ല ഖാൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് കമറുദ്ദീൻ ഖാൻ എന്നാണ്. അദ്ദേഹം ഇന്ത്യൻ മ്യൂസിഷ്യൻ, പ്ലേഡ് ദ ഷെഹനായി. അദ്ദേഹമാണ് ഷെഹനായി എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് പോപ്പുലറൈസ് ചെയ്തത്. വ്യക്തിയുടെ പേര് നമുക്കറിയാം ബിസ്മില്ല ഖാൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ട്രെയിൻ ടു പാകിസ്ഥാൻ വാസ് റിട്ടൺ ബൈ ഡാഷ് ഹൂ ഓൾസോ സെർവ്ഡ് ആസ് മെമ്പർ ടു രാജ്യസഭ. അപ്പോൾ നമുക്ക് ട്രെയിൻ ടു പാകിസ്ഥാൻ കുഷ്വന്ത് സിംഗിൻ്റെയാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. മുൽക്ക് രാജ് ആനന്ദിൻ്റെ അൺടച്ചബിൾ, കൂലി, 7 സമ്മേഴ്സ്, ഇതെല്ലാം മുൽക്ക് രാജ് ആനന്ദിൻ്റെയാണ്. അനിത ദേശായിയുടെ ഇൻ കസ്റ്റഡി, ഫാസ്റ്റിംഗ്, ഫീസ്റ്റിംഗ്, ദ സിക്സാക് വേ. ദെൻ വിക്രം സേത്തിൻ്റെ വരുമ്പോൾ ഈ സ്യൂട്ടബിൾ ബോയ്, ദ ഗോൾഡൻ ഗേറ്റ്, ബീസ്ലി ടെയിൽസ്, ഇതെല്ലാം വിക്രം സേത്തിൻ്റെയാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദി ഹോക്കി ഫീൽഡ്? ഹോക്കി ഫീൽഡിൻ്റെ ഡയമെൻഷൻ 91.455 മീറ്റർ ആണ്. അപ്പോൾ ദ ഫീൽഡ് ഓഫ് പ്ലേ എന്ന് പറയുന്നത് 91.4/550 മീറ്റേഴ്സിലാണ്. അതായത് 100 yard to 60 yard വിത്ത് an ഏരിയ ഓഫ്
5027 സ്ക്വയർ മീറ്റേഴ്സ്, അതായത് ഏകദേശം ഒരു 1.24 ഏക്കേഴ്സ് വരും. ഇനി മെൻസ് ഹോക്കി ഹാസ് എ ഫാസ്റ്റസ്റ്റ് സ്വിംഗ് സ്പീഡ് ഓഫ് എനി പോർട്ട് റീച്ചിങ് അറൌണ്ട് 103 miles per hour. Originally called, hockey was originally called shinty. Okay, then next. Which vegetable contains a chemical called anthocyanin that turns pink reddish in the presence of acid, turns purple when neutral, and turns blue or green when mixed with alkaline substance? അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് റെഡ് ക്യാബേജ് ആണ്. അപ്പോൾ ആന്തോസയാനിൻ എന്ന് പറയുന്നത് ഒരു തേർഡ് എലമെന്റ് പിഗ്മെന്റ് ആണ്, ഒരു ക്ലാസ് ഓഫ് പിഗ്മെന്റ്സ് that occurs in the leaves are the anthocyanins. Anthocyanins absorb blue green and green light. Okay, then next. Which of the following Hindustani vocalists from Allahabad, along with her famed contemporary Guhar Jan, had the privilege of performing for Emperor George V at the Delhi Darbar in 1911? അപ്പോൾ ജാനകി ബായി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ജാനകി ബായി എന്ന് പറയുന്നത് ഇന്ത്യൻ ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനിസ് ആണ്. ഓക്കെ, അവരുടെ ആൽബംസ് വരുന്നത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ജെം വോളിയം 9 ആൻഡ് ഗോൾഡൻ മൈൽ സ്റ്റോൺസ്, ബാദി മോട്ടി ബൈ റസൂലൻ ബൈ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജാനകി ബായിയുടെ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാമി ഖാൻ ഈസ് ആൻ ഇന്ത്യൻ പ്ലേബാക്സ് ആൻഡ് ഫോക്ക് സിംഗർ ഫ്രം ഡാഷ്, രാജസ്ഥാനിൽ നിന്നുള്ള വ്യക്തിയാണ്. ദെൻ മാമി ഖാൻ ഈസ് എ ഇന്ത്യൻ പ്ലേബാക്ക് ആൻഡ് ഫോക്ക് സിംഗർ ഫ്രം രാജസ്ഥാൻ. ദെൻ ഹി ഹാസ് ബീൻ പ്ലേബാക്ക് സിംഗർ ഫ്രം ന്യൂമറസ് ഹിന്ദി ഫിലിംസ് സച്ച് ആസ് ലക്ക് ബൈ ചാൻസ്, ഐ ആം, നോ വൺ കിൽഡ് ജസീക്ക, മിർസിയ ആൻഡ് സോൺചിരി ഇതെല്ലാം അവരുടെ പ്ലേസ് ആണ്. ഓക്കെ, ദെൻ ഫിലിംസ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ്. In which state of India is the Sheshajalam Biosphere Reserve located? ശേഷാചലം ബയോസ്ഫിയർ റിസർവ് അത് ആന്ധ്രാപ്രദേശിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ തമിഴ്നാടുവിലുള്ള ബയോസ്ഫിയർ റിസർവ്സ് നമുക്ക് നോക്കാം. നീലഗിരി, ഗൾഫ് ഓഫ് മാന്നാർ ആൻഡ് അഗസ്ത്യമലൈ ഇതെല്ലാം തമിഴ്നാടുമാണ്. ദെൻ കർണാടകയിൽ ഓൾസോ ഗൾഫ് ഓഫ് മാന്നാർ, നന്ദാദേവി, നീലഗിരി, നോക്രക്, പഞ്ചമർഹി ഇതെല്ലാം കർണാടകയിലാണ്. കേരളയിൽ വരുന്നത് അഗസ്ത്യമലൈ ആൻഡ് നീലഗിരി ഇതെല്ലാം കേരളയിൽ വരുന്ന ബയോസ്ഫിയർ റിസർവ് ആണ്. നമുക്കറിയാം തമിഴ്നാട്, കേരള ആൻഡ് കർണാടക ഇവിടെയാണ് നീലഗിരിയും 3 പേർക്കും വരുന്നുണ്ട് നീലഗിരി. ദെൻ ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാടുവിനും കർണാടകയിലുമാണ്. അപ്പോൾ 3 സ്റ്റേറ്റുകളിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ GK ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൂടുതലായിട്ട് നിങ്ങൾ അത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം അഡീഷണൽ ഇൻഫർമേഷനിൽ നിന്നുള്ള പിന്നീടുള്ള ചോദ്യങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് വരും. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമുകൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രം സക്സസ് അക്കാഡമി.